ഭേദഗതികൾ, വൈദ്യുതി നിയമങ്ങളിലെ മാറ്റങ്ങൾ, കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എന്നിവയ്ക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി പ്രഖ്യാപിച്ച 24 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ഭാരതീയ മസ്ദൂർ സംഘം ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ സമരത്തിൽ പങ്കെടുക്കും. CPM, CPI, വിവിധ കർഷക സംഘടനകൾ, സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, അധ്യാപക സംഘടനകൾ തുടങ്ങിയവയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം തുടങ്ങിയ ആവശ്യങ്ങളോടെയുള്ള സമരത്തിൽ രാജ്യത്തെ ഏകദേശം 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത്. KSRTC ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗതാഗത സർവീസുകൾ, സ്വകാര്യ ബസ്സുകൾ, ഓട്ടോറിക്ഷ, ടാക്സികൾ തുടങ്ങിയവയുടെ സർവീസ് പല സ്ഥലങ്ങളിലും നിലച്ചേക്കും. ചരക്ക് ഗതാഗതത്തിനും തടസ്സം ഉണ്ടാകാൻ ഇടയുണ്ട്. ബാങ്ക് ജീവനക്കാരുടെ പങ്കാളിത്തം മൂലം ശാഖകളിലെ ഇടപാടുകൾ, ചെക്ക് ക്ലിയറൻസ്, ക്യാഷ് ഇടപാടുകൾ എന്നിവ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ATM സേവനങ്ങളും ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങളും സാധാരണ നിലയിൽ തന്നെ തുടരുമെന്നാണ് സൂചന. കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഭാഗികമായോ പൂർണ്ണമായോ അടഞ്ഞേക്കാം. വ്യവസായ നിർമ്മാണ മേഖലകളിലും പ്രവർത്തനം മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനായി അവശ്യ സേവനങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, മെഡിക്കൽ ഷോപ്പുകൾ, പാൽ വിതരണം, കുടിവെള്ള വിതരണം, ആംബുലൻസ് സേവനങ്ങൾ, പത്രവിതരണം തുടങ്ങിയവ സാധാരണ നിലയിൽ തന്നെ നടക്കും. മിക്ക സംസ്ഥാനങ്ങളിലും സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം യാത്രകളും ബാങ്കിംഗ് ഇടപാടുകളും മുൻകൂർ ക്രമീകരണം ആവശ്യമായിരിക്കും.